ഇതുവഴിയാണ് ഡാമിലേക്ക് പോകേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, പവറിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. ഇവിടെ 1986 തുടങ്ങിയ ഇതാണ്. ശെന്തുരുണി, കഴുത്തുരുത്തി ആൻഡ് കുളത്തുപുഴ റിവർ, ഈ 3 റിവറിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. ചുറ്റും തെന്മല വൈൽഡ് ലൈഫാണ്, കാടാണുള്ളത്. ഇതിൻ്റെ അടുത്തെത്താനായി ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇതിൻ്റെ കാഴ്ച കാണാം. ഡാമിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. ഇഷ്ടംപോലെ ഇരിക്കാനുള്ള വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. നമ്മളിനി സമയം കളയുന്നില്ല, നേരെ ഡാമിൻ്റെ മുകളിലേക്ക് പോകും. ഇതാണ് കല്ലട ഡാം, തെന്മല. സൂം ചെയ്ത് കാണിക്കാം. മുകളിലേക്ക് പോകുന്ന വഴി അതിലൂടെയാണ്. മനോഹര കാഴ്ച. ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴി. ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴി ഇതെത്തി. ഇതാണ് ഡാം. ഇവിടെ നടന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറണം. ഇതാണ് ഡാമിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് നേരെ മുകളിലേക്ക് കൊണ്ട്. ഡാമിന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവിടുന്ന് ഈ സപ്ലൈ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ മുകളിലൊന്ന് കയറി നോക്കാം എന്താണ്. KSEBിൻ്റെ ഹൈഡ്രോ പ്രൊജക്റ്റ് ഇവിടെയാണ്. സ്റ്റെപ്സ് ഉണ്ട് കയറാൻ ഡാമിലേക്ക്. ഇച്ചിരി പാടാണ്, പക്ഷെ നല്ല കാഴ്ചയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്സ് കയറി ഡാമിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. നേരെ ചെന്നാൽ നമുക്ക് വ്യൂ പോയിൻ്റൊക്കെ കാണാം. കുറച്ച് അങ്ങോട്ട് ചെന്നാൽ ഡാമിൻ്റെ മുകളിലത്തെ കാഴ്ച. ഇതാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട് കൊല്ലം, ലാറ്റിറ്റ്യൂഡ്, ലോങ്കിറ്റ്യൂഡ്, പിന്നെ റിവർ കല്ലട റിവറാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഡാമിൻ്റെ മുകളിലത്തെ കാഴ്ചകളാണ്. ഡാമിൻ്റെ മുകളിലത്തെ കാഴ്ച. നമുക്ക് അവിടുത്തെ പാലങ്ങൾ.
ഡാമിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ല. KP തെന്മല പരപ്പര ഡാം. ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്.